ചെറിയ കട്ടറി വീണിട്ട് പോലും ആവശ്യമില്ലാത്ത വൃത്തിയായിട്ട സൗണ്ടൊന്നുമില്ല. വണ്ടി ഭയങ്കരമായിട്ട് സൈലന്റ് ആയതുപോലെ ഫീൽ ചെയ്യും. വലത്തോട്ടും ഇടത്തോട്ടും ആ ഹിന്ദിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണിത്. അവൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോയിലല്ല, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി വണ്ടിയിലാണ് ഓട്ടം. അതിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട് വരെ ഒന്ന് പോകണം. അപ്പോൾ തമിഴ്നാട് പെർമിറ്റ് കട്ടായി കിടക്കുകയാണ്. പോകുന്ന വഴി തമിഴ്നാട് പേപ്പറിൻ്റെ കാര്യം, മുതലാളിക്കിൻ്റെ പേപ്പറൊക്കെ വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഓയിലടിക്കണം, ഗ്രീസ് ഇടണം, കുറച്ചങ്ങനെ ചില്ലറ പണിയൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. തറപ്പാൾ ഇന്നലെ നൈറ്റ് വന്നിട്ട് ഇട്ടതാണ്, മഴ വന്നാലാന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. കാർപോച്ച് പകുതിയുള്ളൂ. കാർപോച്ച് കഴിഞ്ഞിട്ടും ബാക്ക് സ്പേസ് കിടക്കുന്നുണ്ട്, ടൂൾസാണ് അതിനകത്ത് കിടക്കുന്നത്. ജസ്റ്റ് നനയാതിരിക്കാൻ വേണ്ടി തറപ്പാൾ ഇട്ടാണ്. അത് മടക്കി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ആദ്യം പേപ്പർ കൊടുക്കാൻ പോകണം. അത് കഴിഞ്ഞ് വണ്ടി ഓയിൽ ചേഞ്ചിന് പോകണം, അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് തുടർന്ന് കാണാം ഈ വീഡിയോ. ജസ്റ്റ് ഒന്ന് തറപ്പാളൊന്ന് ഓടിച്ചൊന്ന് കെട്ടിയിട്ടുണ്ട് കാറ്റ് പിടിക്കാതിരിക്കാൻ. ബാക്കിയുള്ള കയറ് അങ്ങോട്ട് ഇട്ടേക്കാം, അവിടെ കിടക്കട്ടെ. നമുക്ക് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് നേരെ പറഞ്ഞ പോലെ 8 തുറക്കട്ടെ. എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന വഴി ഇച്ചിരി അറിയാമല്ലോ, എൻ്റെ ഓട്ടോൻ്റെ വിശേഷങ്ങളൊക്കെ ഇടുമ്പോൾ കാണുന്നതല്ലേ നിങ്ങൾ. ഇച്ചിരി വഴി ഇച്ചിരി മോശ വഴിയാണ്. സൈഡിലൊക്കെ മേലോട്ടൊക്കെ കാടൊക്കെ പിടിച്ച് വന്നിരിക്കുക. നമ്മുടെ വണ്ടിക്ക് സൈഡിൽ ക്യാബിനും കൂടെ വെച്ചിരിക്കുന്നുണ്ട്. ഈ ഫയലൊക്കെ എടുക്കാൻ വേണ്ടി, പെട്ടെന്ന് ബാങ്കിൻ്റെ പണിയായോണ്ടേ ഫയലൊക്കെ എടുക്കാൻ വേണ്ടിയാണ് സൈഡിലിങ്ങനെ സൈഡ് കവർ അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് കയറി വള്ളിയും പുള്ളിയൊക്കെ കയറി ഉടക്കുകയൊക്കെ ചെയ്യും. കണ്ടാ, പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ. റോഡ് സൈഡിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ തമിഴ്നാട് പെർമിറ്റ് എടുക്കുന്നതിൻ്റെ പേപ്പർ കൊണ്ട് നമുക്ക് ഇതിൻ്റെ മുതലാളീൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് വരാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നീങ്ങട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് വണ്ടിയായിട്ട് ഓയിൽ ചേഞ്ചിനൊക്കെ പോകാമല്ലോ. ഇത് രണ്ടിനും കൂടെ എനിക്ക് വയ്യ. ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം, ഇത് കൊടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ പേപ്പർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോകണം. എൻ്റെ മോന്തൊക്കെ ഇരിക്കുന്നുണ്ട് ഒരുമാതിരി കോഞ്ചിരിക്കുന്നു. ഉറക്കത്തിൻ്റെ ആയിട്ടുള്ള ക്ഷീണമാണ് കേട്ടോ. 3-4 ദിവസം അടുപ്പിച്ച് നൈറ്റ് വർക്ക് തന്നെയായിരുന്നു, അതിൻ്റെ ആയിട്ടുള്ള ക്ഷീണം. ഇപ്പോൾ ഇന്നലെയും എറണാകുളത്തിന് ഉള്ളിലോട്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഇന്നത് ഈ ഓട്ടം വെളുപ്പിനെ പോകേണ്ട ഓട്ടം, 4 മണിക്ക് പോകേണ്ട ഓട്ടമാണ്. പെർമിറ്റ് ക്യാൻസലേഷൻ ആയതുകൊണ്ട്, തമിഴ്നാട് പെർമിറ്റ് ക്യാൻസൽ ആയതുകൊണ്ടാണ് നമ്മൾ നീട്ടി വെച്ചത്. ഇപ്പോൾ അതുകൊണ്ട് അത്ര ഉറങ്ങാൻ പറ്റി. പക്ഷെ എന്നിട്ട് എത്രയൊക്കെ ഉറങ്ങിയിട്ട് ആ മുഖത്തുള്ള ഇത് പോകുന്നില്ല, ഉറക്കത്തിൻ്റെ ഹാങ് ഓവറാണ്. ഇപ്പോഴും ഒരു വല്ലായ്മ പോലെ ഉണ്ട്. ഇപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ അവിടെ കിടന്ന് ഇച്ചിരി ഉറങ്ങാൻ പറ്റുവാണെങ്കിൽ കിടന്ന് ഉറങ്ങണം. എന്തായാലും വണ്ടി എടുക്കാം അങ്ങോട്ടല്ലേ. വാ, അങ്ങോട്ട് പോവാം. ഇനി അവിടുത്തെ വിശേഷം. നമ്മുടെ സ്വന്തം മുപ്പാലം കയറിയാണ് പോകുന്നത്. മുപ്പാലം ഒന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, ഇപ്പം നാപ്പാലമായി. ഇപ്പോൾ ഈ പാലത്തിന് കോമൺ ആയിട്ട് സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നത് ഇപ്പോഴും സ്ഥിരമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ വേറെ വണ്ടിയൊക്കെ ഒത്തിരി ചെയ്യാറുണ്ട്. മെക്കാനിക്ക് ഇത് പുറത്തു വരെ സാധനം മേടിക്കാൻ പോയി. കുറച്ച് നേരം കുറച്ച് ഉറങ്ങാൻ നോക്കിയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ വിചാരിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്, അതൊക്കെ എഡിറ്റ് ചെയ്ത് മാറാമെന്ന് വിചാരിച്ച്. ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് മാറ്റാം, സമയമില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത ഓട്ടം, അതിന് അടുത്ത ഓട്ടം, ഇതിനിടയ്ക്ക് എഡിറ്റിങ് നടക്കത്തില്ല. ചെറിയ സമയം കിട്ടുമ്പോൾ വീഡിയോസൊക്കെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് മാറ്റി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കണ്ടേ, അങ്ങനെ. അപ്പോൾ എഡിറ്റ് ചെയ്തിരിക്കും കുറച്ച് നേരം, ആ പുള്ളിക്കാരൻ വരട്ടെ. ഓയിൽ ചേഞ്ചിൻ്റെ ടൈം നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹൗസിങ്ങിൻ്റെയാണ് ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്തായിട്ടൊക്കെ തന്നെ വരും. കുതിരപ്പന്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഓയിൽ ചേഞ്ച് ചെയ്തെടുക്കുന്നത്. ഇവിടെ അത്യാവശ്യം ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ലാഗാകുകയും ചെയ്തു. എനിക്ക് ചേഞ്ച് ചെയ്ത വീഡിയോ ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ അവിടെ സീറ്റ് ഇരുന്ന് വെറുതെ ഇങ്ങനെ ഇരുന്നതാണ് കണ്ണടച്ച്. ഉറങ്ങിയാ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, വെറുതെ അങ്ങനെ ഇരുന്ന് പോയി. വണ്ടീൻ്റെ ആ സമയം കൊണ്ട് എല്ലാ പണിയും അവർ ചെയ്ത് തീർത്ത് കഴിഞ്ഞു. അതുകൊണ്ട് വർക്ക്ഷോപ്പിലുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ വണ്ടിക്ക് ഗ്രീസും കൂടെ അടിക്കണം. അതിവിടെ അടുത്ത് തന്നെ വല്ലുകുളം എന്ന് പറയുന്ന സ്ഥലമാണ്, അങ്ങോട്ട് പോകണം. പിന്നെ എന്തായാലും അവിടുത്തെ ഗ്രീസും കൂടെ അടിച്ച് കൊണ്ട് വണ്ടി ഇടേണ്ട സ്ഥലത്ത് കൊണ്ട് ഇടാം. ഇനിയിപ്പോൾ ഇന്ന് പോകുന്നുണ്ടോ, തമിഴ്നാട് ഇന്ന് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇനി അതും നൈറ്റ് തന്നെ ആയിരിക്കും. പറ്റുവാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കണം. എനിക്ക് നല്ല ഉറക്കക്ഷീണം എനിക്കുണ്ട്. നല്ല ഗ്രീസ് അടിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വണ്ടിക്ക് ഗ്രീസ് അടിക്കണം. ഒന്ന് 4 വീലിലെ എയറും കൂടെ നോക്കണം വണ്ടിക്ക്. അയ്യോ
ഗ്രീസ് അടിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് നാളായിരുന്നു നമ്മുടെ വണ്ടിക്ക്. അതിനിടയ്ക്ക് 2-3 പ്രാവശ്യം സർവീസ് ചെയ്തത് നമ്മൾ തന്നെ. വണ്ടി ഓടിക്കുമ്പോൾ ഒച്ചയും ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട് വണ്ടീൻ്റെ ഫ്രണ്ടിൽ നിന്ന്. അപ്പം ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞതാണ് വണ്ടിക്ക് ഫ്രണ്ടിൽ കൂടെ ഗ്രീസ് അടിച്ച് മാറിയേക്കാണ്. എന്നെ കൊണ്ട് വലത്തോട്ടും ഇടത്തോട്ടും ആ ഹിന്ദിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുകയാണിത്. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായി. ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല ഇതെല്ലാം ചെയ്തു വന്നപ്പോൾ. വീഡിയോയിലെല്ലാം സിമ്പിളായിട്ട് ഞാൻ കാണിച്ച് പോകുന്നതേ ഉള്ളൂ. നല്ല പോസ്റ്റും ഉണ്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ. ഇവിടെ അധികം പോസ്റ്റ് കാണത്തില്ല. അവിടെ ഇച്ചിരി പോസ്റ്റ് ആയിപ്പോയി. അവിടെ അത്യാവശ്യം വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വണ്ടി മാത്രമല്ലല്ലോ, കണ്ടതല്ലേ വീഡിയോയിൽ. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകണം. വണ്ടീൻ്റെ 4 സൈഡിലെ ടയറും കൂടെ ചെക്ക് ചെയ്ത് വെച്ചു. പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ, ഗ്രീസ് അടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓടിച്ചിട്ട് നല്ല സുഖമുണ്ട്. ചെറിയ കട്ടറി വീണിട്ട് പോലും ആവശ്യമില്ലാത്ത വൃത്തിയായിട്ട സൗണ്ടൊന്നുമില്ല. വണ്ടി ഭയങ്കരമായിട്ട് സൈലൻ്റ് ആയതുപോലെ ഫീൽ ചെയ്യുന്നു. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട്. എന്തായാലും ഇനി വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. വണ്ടി ഇടേണ്ട സ്ഥലത്തോട്ട് ഇടുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ തമിഴ്നാട് പോകുന്ന വീഡിയോ നമുക്ക് വ്ളോഗ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്തു പോവാം കേട്ടോ. എന്തായാലും അടുത്ത വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ വിശേഷം ചെറിയ വിശേഷമായിട്ട് ഒതുക്കിയേക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ